പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സുരക്ഷാ സേന കണ്ടെത്തിയെന്ന് സൂചന. തെക്കൻ കാശ്മീരിലെ വനമേഖലയിൽ വെച്ച് ഭീകരരുമായി വെടിവെപ്പുണ്ടായെന്നും റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചേരുന്നത്. രാജേഷ്, ആക്രമണം ഉണ്ടായതിൻ്റെ പിന്നാലെ തന്നെ ചില സൂചനകളും ചില നിഗമനങ്ങളും ചില അനുമാനങ്ങളും എല്ലാം പുറത്തു വന്നിരുന്നു. ഭീകരർ കശ്മീരിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ കശ്മീരിൻ്റെ ഉള്ളിൽ തന്നെ ഏതോ ഒരു ഭാഗത്താണ് ഇവർ ഒളിഞ്ഞു നിൽക്കുന്നത് എന്നുള്ള തരത്തിലായിരുന്നു അന്നൊക്കെ സൂചനകൾ വന്നിരുന്നത്. പിന്നീട് പ്രാദേശിക ഭരണകൂടം ആ ഭീകരരുടെ വീടുകൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധമുള്ള ഭീകരരുടെ വീടുകളൊക്കെ കത്തിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി. ഇപ്പോഴും പുതിയ സൂചനകൾ വരുന്നത് ഭീകരരെ സുരക്ഷാ സേന കണ്ടെത്തി എന്നുള്ളതാണ്. ഏത് മേഖലയിലാണ് കണ്ടെത്തിയത്? ഏറ്റുമുട്ടൽ ഉണ്ടായെന്നും പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി. കാളിദാസൻ, രാജ്യത്തെ നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇത് ഉൾപ്പെട്ട ഭീകരരെ സുരക്ഷാ സേന കണ്ടെത്തിയെന്നുള്ള ഒരു സൂചനയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും തെക്കൻ കാശ്മീരിലെ വനമേഖലയിലാണ് ഇതുപോലെ ഭീകരരെ കണ്ടെത്തിയെന്ന് ഒരു റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഒരു സൂചന നൽകുന്നു. ഇത് 4 ഇടങ്ങളിലായിട്ടായിരുന്നു ഇത് ഭീകരമായി ഒരു സുരക്ഷാ സേന കണ്ടെത്തിയത്. ഇത് ഒരിടത്ത് വെച്ച് സുരക്ഷാ സേന ഭീകരമായ ഒരു ഏറ്റുമുട്ടൽ നടന്ന്. എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും, അല്ലെങ്കിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരമായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും സൈന്യം ഇതുവരെ പുറത്തുവിട്ടില്ല. എന്തായാലും രാജ്യത്ത് നടക്കിയ അല്ലെങ്കിൽ 26 ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിലെ ഉൾപ്പെട്ട ഭീകരരെ കണ്ടെത്തിയെന്നൊരു സൂചനയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും തെക്കൻ കാശ്മീരിലെ വനമേഖലയോട് ചേർന്നുള്ള 4 ഇടങ്ങളിലായിരുന്നു ഇതുപോലെ സുരക്ഷാ സേന ഭീകരരെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഒരിടത്ത് വെച്ച് ഭീകരമായി ഏറ്റുമുട്ടൽ നടന്നൊരു സൂചന അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. രാത്രി ഭക്ഷണം തേടി ഇതുപോലെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ സമീപത്തുള്ള വീടുകളിൽ എത്തിയിട്ടുണ്ട് എന്നൊരു സൂചന കൂടി സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കാളിദാസ് പറഞ്ഞ പോലെ തന്നെ ഈ ആക്രമണം നടത്തിയതിനു ശേഷം ഈ ഭീകരർ അല്ലെങ്കിൽ 4 ഭീകരർ എന്തായാലും വനത്തിൽ തന്നെ ഉണ്ടെന്നൊരു സൂചനയാണ് ഇപ്പോൾ സൈന്യത്തിനുള്ളത്. എന്തായാലും സൈന്യം ഊർജിതമാക്കി തന്നെ വിവിധ ഡ്രോൺ അടക്കമുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ രാജ്യത്ത് നടക്കിയ അല്ലെങ്കിൽ 26 ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിലെ ഭീകരരെ അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 4 ഭീകരരെ കണ്ടെത്തിയെന്നൊരു സൂചനയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് ജമ്മുവിലെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിളിച്ചു ചേർത്ത പ്രത്യേക നിയമസഭാ സമ്മേളനം രാവിലെ 10 മണിക്ക് ചേരുമെന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഈ രാജ്യത്ത് നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിലെ ഭീകരരെ കണ്ടെത്തിയെന്നൊരു സൂചനയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ആ സൂചനയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. തെക്കൻ കാശ്മീരിലെ വനമേഖലയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലാണ് 4 ഇടങ്ങളിലാണ് ഇതുപോലെ ഭീകരരെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഒരിടത്ത് വെച്ച് സേനയുമായി ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടെന്നൊരു റിപ്പോർട്ടുകളും പുറത്തിരുന്നു. എന്നാലും ഈ സംഭവം ഒരു അതീവ സുരക്ഷിതമായ അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും സൈന്യം നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്തായാലും ഭീകരർ കാശ്മീരിലെ വനമേഖലയിൽ തന്നെ ഒളിച്ചിരിക്കുകയാണെന്നൊരു നിലവിലെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഈ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പിന്തുണയുമായി ചൈന രംഗത്ത് വന്ന ഒരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. ഈ ചൈന ഒരു അടുത്തുള്ള രാജ്യമായതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ചൈന പാകിസ്ഥാനെ ഒപ്പം നിൽക്കുമെന്നൊരു വാർത്ത കൂടി ഇപ്പോൾ ഒരു പ്രസ്താവന ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിന് മറുപടിയുമായി ഇന്ത്യ ഇന്നൊരു വിശദീകരണം അല്ലെങ്കിൽ മറുപടി നൽകുമെന്നൊരു വാർത്ത അല്ലെങ്കിൽ ഒരു സൂചന നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ചൈന ഇതുപോലെ പാകിസ്ഥാനെ പിന്തുണ നേടിയതായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ ചൈന ഒരു പിന്തുണ നൽകിയതോടെ അത് മറ്റൊരു അന്താരാഷ്ട്ര വിവാദങ്ങളിലേക്ക് നയിക്കും എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയുടെ പ്രധാന ആവശ്യം ചൈനയോ ഉൾപ്പെടുന്ന അന്വേഷണ സംഘം അല്ലെങ്കിൽ അന്വേഷണം ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തണം, അതൊരു സ്വീകാര്യതമാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ശത്രുവിൻ്റെ ശത്രു മിത്രമേകുന്ന ചൈന ഇപ്പോൾ പാകിസ്ഥാന് ഒരു പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തിരുന്നു. എന്തായാലും അല്ലെങ്കിൽ ചൈനയുടെ ഈ പുറത്തിറക്കിയ പ്രസ്താവനക്കെതിരെ ഇന്നൊരു മറുപടി നൽകിയിരിക്കും. എന്തായാലും 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ ഒരു പാകിസ്ഥാൻ പിന്തുണയുമായി ചൈന രംഗത്ത് വന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. എന്തായാലും ഇന്നലെ ചേർന്ന വിദേശകാര്യമന്ത്രി വാങ് യിയെ വിളിച്ചു വരുത്തി ഇത് പിന്തുണ അറിയിച്ചതിന് പിന്നാലെയാണ്
ഈ ചൈന വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള വാങ് യി ഇതുപോലെ ഒരു വാർത്താക്കുറിപ്പുമായി ചൈന പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത്. പാകിസ്ഥാന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ പാകിസ്ഥാനോടൊപ്പം ചൈന നിലനിൽക്കുന്ന ഒരു കാര്യം നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു. എന്തായാലും ഈ ഭീകരാക്രമണത്തിൽ ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന ഒരു അന്വേഷണ സംഘം അന്വേഷിക്കണം എന്നൊരു സ്വീകാര്യത കൂടി ഇപ്പോൾ ചൈന പുറത്തു വരുന്നു. എന്തായാലും ആശ്വാസമുള്ള വാർത്ത എന്ന് വെച്ചാൽ പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരരെ കണ്ടെത്തിയെന്നൊരു സൂചനയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അതീവ സുരക്ഷാ വിഷയമായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്നാലും തെക്കൻ വനമേഖലയോട് കാശ്മീരിലെ തെക്കൻ വനമേഖലയോട് ചേർന്നിട്ടുള്ള 4 ഇടങ്ങളിലാണ് ഇപ്പോൾ ഭീകരരെ കണ്ടെന്നൊരു റിപ്പോർട്ടുകൾ വ്യക്തമാകുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്നത്. ഇതിൽ ഒരിടത്ത് വെച്ച് ഭീകരമായി സൈന്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്ത് സുരക്ഷാ സേന ഭീകരരെ തൊട്ടടുത്ത് ഉണ്ടെന്നൊരു സൂചനയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം തന്നെ ഈ ഭീകര രാത്രിയിടങ്ങളിൽ ഈ സമീപ മേഖലയിലെ വീടുകൾ എത്തുന്നുണ്ടെന്നൊരു സൂചന കൂടി ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. കാളിദാസ്, ഈ ചൈന പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ആണവായുധ യുദ്ധത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൂചനയൊക്കെ നൽകിയിട്ടുണ്ട്. തങ്ങളും ഒരു ആണവ രാജ്യമാണ്, അത് ഓർമ്മ വേണം എന്നുള്ള തരത്തിലൊക്കെയാണ് പാകിസ്ഥാൻ അടക്കം പ്രതികരണങ്ങൾ നടത്തിയത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ചൈനയുടെ പിന്തുണ വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കില്ലേ ഈ ഇന്ത്യയിലെ അധികൃതർക്കിടയിലും അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിനിടയിലും? കാളിദാസൻ, ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പാകിസ്ഥാനി പെട്ടെന്നായിരുന്നു ഒരു ചൈനയുടെ ഭാഗത്ത് ഒരു പിന്തുണ ലഭിക്കുന്നത്. ഇത് ഇന്ത്യ ഒരു നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കി അല്ലെങ്കിൽ വിവിധ തരത്തിൽ ഒരു തിരിച്ചടി നൽകിയ പശ്ചാത്തലത്തിൽ ചൈനയുടെ പിന്തുണ പാകിസ്ഥാൻ നേടുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു വിദേശമന്ത്രി വാങ് യിയെ വിളിച്ചു വരുത്തി തങ്ങളുടെ പാകിസ്ഥാനെ പിന്തുണ നൽകണമെന്നൊരു കാര്യം വ്യക്തമാക്കുന്നത്. തൊട്ടു പിന്നാലെ ചൈന ഒരു വാർത്താക്കുറിപ്പ്, ഒരു പ്രസ്താവന പുറത്തിറക്കുന്നു. അതിനുശേഷമായിരുന്നു ചൈന പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ച് എന്നൊരു വാർത്ത അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. എന്നാലും ഇതിൽ പ്രധാനമായും പാകിസ്ഥാന്റെ ഒരു പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ പാകിസ്ഥാന് കൂടെ നിലനിൽക്കുമെന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ചൈന വ്യക്തമാക്കുന്നത്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ മൂന്നാമതൊരു രാജ്യം ഇടപെടുന്നു എന്ന വാർത്തയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇതിൽ മറുപടിയുമായി ഇന്ത്യ ഒരു വാർത്താക്കുറിപ്പോ പ്രസ്താവനയോ ഇന്ന് ഇറക്കുമെന്നൊരു പ്രതീക്ഷ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന വിവിധ വലിയ രീതിയിലുള്ള പങ്ക് അല്ലെങ്കിൽ തെളിവുകൾ ഇന്ത്യയുടെ പക്ഷത്തുണ്ട്. അതിനിടയിലായിരുന്നു ഇതുപോലെ ചൈന പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നത്. ഈ ഇന്ത്യയുമായി പാകിസ്ഥാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം ഈ ചൈനയുടെ പ്രത്യേക ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് 1971 യുദ്ധമായാലും 1969 യുദ്ധമായെങ്കിലും ഈ പാകിസ്ഥാൻ ഒരു പിന്തുണ പ്രഖ്യാപിച്ച് ചൈന രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചൈനയുടെ ആണവ പരീക്ഷണത്തിനെല്ലാം ഒരു വലിയ രീതിയിലുള്ള ഒരു പങ്ക് ഈ ചൈനയും തുർക്കിയും തുടങ്ങിയ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് പിന്നാലെയായിരുന്നു ഇപ്പോൾ ഭീകരാക്രമണത്തിൽ അല്ലെങ്കിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ ചൈനയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഇറക്കിയ വാർത്ത പ്രസ്താവനയോട് കൂടിയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചൈനയ്ക്ക് ഇത് പരസ്യമായ ഒരു പിന്തുണയുമായി ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഭീകരാക്രമണത്തിൽ ഇപ്പോൾ തുടർ നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ വിവിധ നയതന്ത്ര ഇടപെടൽ നടത്തിയതിന് ഭാഗമായിട്ടായിരിക്കാം പാകിസ്ഥാൻ ഇതുപോലെ ചൈനയുടെ പിന്തുണ നേടിയിട്ടുള്ളത്. എന്തായാലും മിക്ക ഘട്ടങ്ങളിലും ചൈന എപ്പോഴും പാകിസ്ഥാന് തന്നെയാണ് ഇത്തരത്തിലുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ പിന്തുണ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗമുണ്ട്. ആ ഒരു യോഗത്തിൽ ചൈനയ്ക്ക് നൽകാനുള്ള മറുപടി അടക്കം ചർച്ചയായേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന ചില സൂചനകൾ. അതോടൊപ്പം മറ്റെന്തൊക്കെ ആയിരിക്കും ആ ഒരു യോഗത്തിൽ ചർച്ചയാകുക എന്നുള്ളതും കൂടി നമുക്കറിയേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എത്തരത്തിലാണ്, എന്തൊക്കെയായിരിക്കും ആ യോഗത്തിൽ ചർച്ചയാവുക? കാളിദാസൻ, ഈ ചൈന പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചു തന്നെയാണ് ഇതൊരു യോഗത്തിലേക്ക് നയിച്ചത്. ഇതിൽ പ്രധാനമായും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ മൂന്നാമതൊരു രാജ്യം ഇടപെടുന്നു അല്ലെങ്കിൽ അയൽരാജ്യമായ മറ്റൊരു രാജ്യം ഇടപെടുന്നു എന്നൊരു കാര്യം ഗൗരവമുള്ളത് തന്നെയാണ്. എന്തായാലും നിരവധി തവണ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധത്തിൽ ചൈനയുടെ പങ്ക് വ്യക്തമായിരുന്നു. എന്തായാലും
അതിനുശേഷം അല്ലെങ്കിൽ പഹൽഗ്രാം ഭീകരാക്രമണത്തിന് പിന്നാലെ 26 ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ചൈന പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ആഭ്യന്തര മന്ത്രാലയം ഇതിനെ മറുപടിയുമായി ഒരു പ്രസ്താവന ഇറക്കാൻ ഇന്ന് ഒരു യോഗം ചേരുന്നത്. എന്നാലും ആ യോഗത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ പാകിസ്ഥാനെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ എങ്ങനെ ശേഖരിക്കാം, അല്ലെങ്കിൽ ഈ ഭീകരരെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ കണ്ടുപിടിക്കുക എന്ന് തന്നെയായിരിക്കാം ഈ നടക്കുന്ന ഒരു യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുന്നത്. എന്തായാലും വിവിധ നയതന്ത്ര ഇടപെടലുകൾ അല്ലെങ്കിൽ നയതന്ത്ര ഇടപെടൽ ഇന്ത്യ നടത്തിയ സാഹചര്യത്തിൽ അത് പാകിസ്ഥാനെ ഏതെല്ലാം രീതിയിൽ പ്രതിരോധിച്ചു, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെല്ലാം രീതിയിലുള്ള തിരിച്ചടി നേരിടാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ യോഗത്തിൽ ചർച്ചയായേക്കാം. എന്തായാലും പ്രധാനമായും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ മൂന്നാമത്തെ രാജ്യം ഇടപെട്ട അല്ലെങ്കിൽ പാകിസ്ഥാന് പിന്തുണമായി ചൈന രംഗത്ത് വന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നൊരു യോഗം ചേരുന്നത്. അതിൽ ചൈനയ്ക്ക് വ്യക്തമായ മറുപടി ഇന്ത്യ നൽകുമെന്നൊരു പ്രതീക്ഷ കൂടി മുന്നോട്ട് വെക്കുന്നു കാളിദാസ്. തീർച്ചയായും ചൈന പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ രീതിയിലൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ചൈനയ്ക്ക് എന്ത് മറുപടി നൽകും എന്നുള്ള തീരുമാനമൊക്കെ ഇന്നത്തെ ആഭ്യന്തര മന്ത്രാലയ യോഗത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയാനും സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കാശ്മീർ മേഖലയിൽ അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഭീകരർ കാശ്മീർ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 4 ഇടങ്ങളിലായി ഭീകരരെ കണ്ടെത്തി എന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളും എല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.